എന്തിത്ര ലേറ്റ്? വർക്ക്ഷോപ്പിൽ മെക്കാനിക്കിന്റെ കൂടെ ഇരുന്ന് കാറ് നന്നാക്കായിരുന്ന? നീയല്ലേ വണ്ടി കൊണ്ട് ഇടിച്ചത്? പാവം അതവിടെ വാവളന്ന് കിടക്കണ കണ്ട കഷ്ടം തോന്നി. കുറച്ചു നേരം അവന്മാരത് പണിയണമെന്ന് നോക്കിക്കൊണ്ടിരുന്ന് പിന്നെ ഞാൻ നടന്നിങ്ങി വന്ന്. നടന്നാ? എന്റെ ബസ് വരാത്ത? ഓ, ഇനി ബസ്സിൽ കയറിയിട്ട് വേണം അവിടെ മുട്ടി ഇവിടെ മുട്ടി എന്നും പറഞ്ഞ് നാളെ ഞാൻ വൈറലാണ്. അത് ശരിയാണ്, നിങ്ങൾ മുട്ടിയില്ലെങ്കിൽ നിങ്ങളെ വയറ് ചെന്ന് ആരെങ്കിലും മുട്ടിക്കോളും. ഇനി ബസ്സിൽ കയറണമെങ്കിൽ വയറും കൂടെ കുറയ്ക്കണമല്ലേ? ആണുങ്ങളെ കഷ്ടകാലം തന്നെ. ആ ടീക്കെ ടീക്കെ. നീ നമ്മളെ വീടിൻ്റെ അടുത്ത് വരണ്ടെന്ന് പറഞ്ഞ എന്തിന്? പാത്രം കഴിയാം, അതിൽ സ്മെല്ല് മാറില്ല. വീണ്ടും ഞാൻ പാത്രം കഴുകാം. തൂത്ത് തുടയ്ക്കാൻ പറഞ്ഞ കട്ടിലിന്റെ അടിയിൽ പൊടി അതുപോലെ ഇരിക്കും. ഞാൻ അതിന് പൈസ കൊടുത്ത് അവളെ നിർത്തിയേക്കണത് ഇവിടെ. പക്ഷേ അവളുള്ളത് എനിക്കൊരു ആശ്വാസമായിരുന്നു. എന്താശ്വാസം? എടി, എനിക്ക് വർക്ക് ഫ്രം ഹോം അല്ലേ. അവൾ വന്ന് വീട്ടു ജോലി ചെയ്താൽ എനിക്ക് എൻ്റെ ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാമല്ലോ. നിങ്ങളെ വർക്ക് ഫ്രം ഹോം കാരണം തന്നെ ഞാൻ അവളെ നിർത്തിയത്. അപ്പം ഇനി അടുത്ത വീടിനെ നോക്കണ്ടേ? നോക്കണം. ഇനി നോക്കുമ്പോൾ പ്രായമുള്ള ആളിനെ നോക്കണം. പ്രായമുള്ള ആളിനെ ഇനി എവിടെ പോയി തപ്പണത്? ഒരാളുണ്ട്, ഇപ്പം ശരിയാക്കി തരാം. ഹലോ, ആ അമ്മ, സുഖം തന്നെ? പിന്നെ ഒരു കാര്യം പറയാനാണ് വിളിച്ചത്. അവള് നമ്മളെ മെയ്ഡിനെ പറഞ്ഞു വിട്ട്. അവളെ ജോലിയൊന്നും ശരിയല്ല എന്ന് പറഞ്ഞു. അമ്മയ്ക്ക് കുറച്ച് ദിവസം ഇവിടെ നിൽക്കാൻ പറ്റുമോ? അമ്മയ്ക്കറിയാമല്ലോ എനിക്ക് വർക്ക് ഫ്രം ഹോമാണ്. വീട്ടു ജോലിയും ഓഫീസ് ജോലിയൊന്നും ഒരുമിച്ച് പറ്റൂല. ഓ മതി മതി, ടിക്കറ്റ് ഞാൻ ബുക്ക് ചെയ്ത് തരാം. ഓക്കെ, താങ്ക്സ് അമ്മ. ശരി. നിങ്ങൾ ആള് കൊള്ളാല്ലേ? നിങ്ങൾ അമ്മയെ വിളിച്ചു വരുത്തിയാ പൈസയും ലാഭിക്കാം. എൻ്റെ അമ്മയല്ല, നിന്റെ അമ്മ. എന്ത്? എന്റെ അമ്മയാ?